കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസ് വിമതരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മാലിന്യക്കുറുപ്പ്, ബാസ്റ്റൻ ബാബു, ജോസഫ് അലക്സ്, ഹരീഷ് എന്നിവരെയാണ് പുറത്താക്കിയത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവരുമായി ചർച്ച നടത്തിയിരുന്നു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ഈ ചർച്ചകളൊന്നും ഫലം കാണാത്തതിനെ തുടർന്നാണോ ഇങ്ങനെ പുറത്താക്കൽ നടപടിയിലേക്ക് നേതൃത്വം കടന്നത്? അമൃത, കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ UDF-ന് ഭരണപ്പെടാനിടയാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിമതരുടെയും ഒപ്പം തന്നെ പാർട്ടിയിലെ ഉൾപാർട്ടി പോരുമായിരുന്നു. എന്തായാലും ഇക്കുറി അതൊന്നും ഉണ്ടാകില്ല എന്ന് നേതൃത്വം പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ വിമതരുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പാർട്ടിയെ അടക്കം പ്രതിസന്ധിയിലാക്കിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വിമതരെ പിന്തിരിപ്പിക്കാനോ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആരംഭഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. അതിന് പല ഘട്ടത്തിൽ പലതരത്തിലുള്ള നേതാക്കൾ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തെ സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഇക്കുറി പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഇടപെട്ടായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയവും അനുബന്ധ കാര്യങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ആ ചർച്ചയിൽ സമവായങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ സ്വതന്ത്രർ മത്സരിക്കുമെന്ന ഒരു നിലപാട് തന്നെ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികളെ, അതായത് മാലിന്യക്കുറുപ്പ്, ബാസ്റ്റിൻ ബാബു, ജോസഫ് അലക്സ്, ഹരീഷ് എന്നിവരെ പുറത്താക്കാനുള്ള തീരുമാനം നേതൃത്വം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു നീക്കം അത് വൈകി എടുത്താൽ മതി എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലപാട്. എന്തായാലും അവസാന നിമിഷം വരെയും ചർച്ചകൾ നടത്തുകയും അതിൽ ഫലം കാണാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്താക്കൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അമൃത.